ഇന്നലെ നമ്മൾ അഡ്ലെക്സിൽ ഒരു ഈവൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഇൻഫ്ലുവൻസർ സബ്മിറ്റ് ആയിട്ട്. അത് കഴിഞ്ഞ് എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, പപ്പയും മമ്മിയും ഒന്ന് കുറച്ച് കൊച്ചി ഒന്ന് കറക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം ചെറിയ കറക്കത്തിന് ഇറങ്ങിയേക്കുവാണ്. എങ്ങോട്ടാണ് പറഞ്ഞ പോകുന്നത്? നമ്മള് വാട്ടർ മെട്രോ പോവാണ്. അപ്പം കൊച്ചിയിൽ വാട്ടർ മെട്രോ വന്നിട്ട് കുറച്ച് നാളായി, ഇതുവരെ പോയിട്ടില്ല. അപ്പൊ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ടൈം അനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യും. വൈകുന്നേരം പോവുകയും വേണം. അപ്പൊ അതിനുള്ളിൽ എന്തൊക്കെ കവർ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ കവർ ചെയ്ത് നമുക്ക് തിരിച്ചു പോവുകയും വേണം. അങ്ങനെയൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. ദിവസം നമുക്ക് മെറിൻ്റെ തങ്ങാനും പറ്റി. നല്ല രസമായിരുന്നു. കാക്കനാട് വാട്ടർ മെട്രോ വന്നിട്ട് കുറെ നാളായി, നമ്മൾ ഇതുവരെ ഇങ്ങോട്ട് വരാൻ പറ്റും. ഞങ്ങൾ വരാനിരുന്ന ഏതല്ലയോ, നിങ്ങളോട് വന്നിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. എല്ലാത്തിനൊരു സമയം ഉണ്ടെന്ന് പറയുന്നത്. എല്ലാവരുമായിട്ട് പോകാനായി. അതെ, ഇപ്പൊ ഒരെണ്ണം വന്ന് കിടപ്പുണ്ട്, നമുക്ക് അതിൽ കയറിയിട്ട് ബാക്കി അവിടെ ഒരാൾക്ക് 30 രൂപ വെച്ചാണ്, ഞങ്ങൾ 5 പേർക്ക് 150. അപ്പം നമ്മൾ വാട്ടർ മെട്രോയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് അകത്തോട്ട് കയറാം. പാമറൂട്ടി അങ്ങനെ എന്തെല്ലാം വാഹനങ്ങളാണ് ഇല്ലേ. വാട്ടർ മെട്രോ, അല്ലാത്ത മെട്രോ എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതല്ലേ. നമ്മുടെ വാട്ടർ മെട്രോ സ്റ്റാർട്ടായിട്ടുണ്ട്. സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. വൈറ്റിലെ എത്തി. നല്ല രസമായിരുന്നു അല്ലേ. നല്ല വലിയൊരു സ്ക്രീൻ പോലെ ഉണ്ടായിരുന്നു അപ്പം യാത്ര. അടിപൊളിയായിരുന്നു. ബോട്ടിലൊക്കെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. വാട്ടർ മെട്രോ ചേർന്നപ്പോൾ അത് വേറെ അനുഭവം. കൊള്ളാം. വാട്ടർ മെട്രോയിലെ ട്രാവൽ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല കൊള്ളാം. അതും ഇനി കയറിയില്ലെന്ന് വേണ്ടല്ലയോ.
നമ്മുടെ യൂഷ്വൽ ഫെറി പോലെ തന്നെ ആ ഫെറിയിൽ AC വെച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ്. ഒരു ലൈക്ക് നല്ലൊരു എക്സ്പീരിയൻസ്, ഒരു ലക്ഷറി ഫീൽ ഉണ്ട് ത്രൂ ഔട്ട്. അപ്പോൾ ഓവറോൾ എക്സ്പീരിയൻസ് കൊള്ളായിരുന്നു. നമ്മൾ ഫെറിയിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഈ മെട്രോയ്ക്കകത്ത് ഒരു AC കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുമ്പോൾ ഉള്ളൊരു ഫീല് പോലെ രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ കാക്കനാട് മെട്രോയിൽ നിന്ന് സഞ്ചരിച്ച് വൈറ്റില മെട്രോയിലെത്തി. ഇനി അടുത്ത് നമുക്ക് എങ്ങോട്ടോ അമ്മ പോകുന്നു? അടുത്ത മെട്രോ കയറണ്ടേ? വേറൊരു മെട്രോ ഉണ്ടെന്ന് അറിയില്ലേ? പപ്പ കയറിയിട്ടില്ലേ അല്ലേ? ഇവിടുത്തെ മെട്രോ കയറിയിട്ടില്ലല്ലോ. അപ്പോൾ അതിന് എക്സ്പീരിയൻസ് ചെയ്യാം. അത് ഇവിടെ അടുത്ത് തന്നെ മാറി നമുക്ക് ഇവർ പ്രോപ്പർ പ്ലാനിങ്ങിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത് കേട്ടോ. നമ്മുടെ വാട്ടർ മെട്രോ അടുത്തുണ്ട്, പിന്നെ നമ്മുടെ വൈറ്റില ഹബ്ബുണ്ട്, പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ റെയിൽ മെട്രോയും ഉണ്ട്. ഇതെല്ലാം പ്രോപ്പർ പ്ലാനിങ്ങിൽ തന്നെ ചെയ്തേക്കുന്നത്. അതെന്തായാലും കൊള്ളാം. എല്ലാവർക്കും എളുപ്പമാണ് കാര്യങ്ങൾ. അപ്പം സിറ്റിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനൊക്കെ എളുപ്പമാണ്. അതാണ് മറ്റേ മെട്രോ. വൈറ്റില ഹബ്ബ് തന്നെ ഭയങ്കര നല്ല ഡിസൈനിലൊക്കെയാണ്. ഇഷ്ടംപോലെ വണ്ടികൾക്ക് കിടക്കാനുള്ള സൗകര്യം, അതുപോലെ തന്നെ പല സ്റ്റേഷനിൽ പോകാനുള്ള ആൾക്കാർക്ക് നിൽക്കാനും എല്ലാം ഭയങ്കര വെൽ പ്ലാൻഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരുപാട് ആൾക്കാർ അതോട്ട് ഇങ്ങനെ തെരുവിലോട്ട് പോവുകയാണേ. എസ്കലേറ്റർ വഴിയാണ് നമ്മൾ പോകുന്നത്. തിരുവനന്തപുരം ലുലുവിൽ പോയ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ എറണാകുളം ലുലുവിൽ എല്ലാം ഒന്ന് കണ്ടിട്ട് പോകാം അല്ലേ? ഇവിടെ ആദ്യമായിട്ടല്ലേ? ഇവിടെ ആദ്യമായിട്ടാണ്. എല്ലാവരോടും ഒരുമിച്ച് അൺബോക്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരോടും ഒത്തുചേർന്നപ്പോൾ കുറേ വെറൈറ്റി ഓഫ് ബിരിയാണി ഞങ്ങളങ്ങ് വാങ്ങിച്ചു. എല്ലാ വെറൈറ്റി സാധനങ്ങളും ഉണ്ട്. ഇതിൻ്റെ ഒന്നും പേര് അറിയത്തില്ല എന്തൊക്കെയാണെന്ന്. എങ്ങനെയുണ്ടല്ലോ ആണ് കൊള്ളാം, നല്ലതാണ്. മൊത്തം കണ്ടിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും പോകാൻ പറ്റത്തില്ല അല്ലേ? നാളെ പോകാൻ പറ്റത്തുള്ളൂ. നേരത്തെ ജോലിയാവും. അപ്പോൾ അങ്ങനെ ഈ ദിവസത്തെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയല്ലേ? ലുലുവിലൊക്കെ കാണാൻ ഇഷ്ടം പോലെ കിടപ്പാണ്. നമുക്ക് സമയം കിട്ടത്തില്ല. 5:30 ട്രെയിൻ പോകണം. എന്നിട്ട് അതിന് കുഴഞ്ഞു പോയി അല്ലേ? കളന്നു. ഇത്രയും തന്നെ കഴിഞ്ഞപ്പോഴേ കുഴഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് പോകാൻ തിരിച്ച് ഞാനും പപ്പയും തിരിച്ച് കുണ്ടറയ്ക്ക് പോവുകയാണ്. പിള്ളേരെയൊക്കെ വിട്ടിട്ട് പോവുകയാണ്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.